ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 2022 +2 മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ പാർट 1 1 से 6 तक के प्रश्नों में से किन्हीं 4 के उत्तर लिखें. 1 to 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിന്ന് ഏതെങ്കിലും 4 എണ്ണത്തിൻ്റെ ആൻസറാണ് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്സ് ഇതാണ്. जमीन एक स्लेट का नाम है के रचयिता कौन है? एकांत श्रीवास्तव. सूरीनाम में पहला दिन किस विधा की रचना है? सफरनामा. मातृभूमि का आभूषण क्या है? फूल तारे. माँ, यह मुर्की और बुलाकी नाम तूने रखे थे, यह किसने पूछा? कुमार ने. कैदी बाप ने किसको पत्र लिखा? अपनी बेटी को. सुधमुग देखी जसोदा फूली, जसोदा क्या देखकर फूली? यशोदा क्या देखकर फूली? അപ്പം സുധുമുഖ देखकर അല്ലെങ്കിൽ अपने पुत्र का मुख देखकर എന്ന് എഴുതാം. 7 से 10 तक के प्रश्नों में से सभी प्रश्नों के उत्तर लिखे. प्रत्येक प्रश्न का 1 स्कोर. 7 to 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതമാണ്. അപ്പോൾ ടോട്ടൽ 4 മാർക്സ് ആണ് ഈ ഒരു സെക്ഷന് ഉള്ളത്. पुराना देवालय, उसके निकट है कुमुद सरोवर, यह किस कविता की पंक्ति है? कुमुद फूल बेचने वाली लड़की. 8 क्वेश्चन, वह भटका हुआ पीर किसको पानी पिलाता है? यात्रियों को. कूली की लाल कमीज पर क्या टंगा हुआ है? नंबर. मैं इन्हें मजे में कई घंटे जीवित रख सकता हूँ, यह किसने कहा? अनंग जी के मित्र ने. पार्ट 2 11 से 15 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखें. പ്രത്യേക പ്രശ്നക്ക് 2 സ്കോർ. അപ്പോൾ 11 തൊട്ട് 15 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് ഇതാണ്. അങ്ങനെ ടോട്ടൽ 6 മാർക്സ് ആണ് പാർട്ട് 2 11th क्वेश्चन, अब यहाँ ना वह लाल किला है और ना पहरेदार, बस लकड़ी का एक पुराना सा मकान है. जेल का कैसा वर्णन बादशाह ने किया है? അപ്പോൾ ഇവിടെ ബാദ്ഷാ ജയിലിനെ കുറിച്ച് പറയാണ്. അപ്പോൾ ബാദ്ഷാ ജയിലിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. बादशाह जफर जेल का वर्णन करते हुए कहते हैं कि अब यहाँ न वह लाल किला है और ना ही पहरेदार, बस लकड़ी का एक पुराना सा मकान है जो बरसात में टपकता है और जिसमें 2-4 कमरों के सिवाय ज्यादा की गुंजाइश नहीं है. അപ്പോൾ ബഹാദുർ ഷാ ജഫർ പറയുന്നത് എന്താണ്? ഇപ്പം അവിടെ ലാൽ കില ഇല്ല, അതേപോലെ തന്നെ പെഹരേദാർ എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ കാവൽക്കാര് അവരില്ല. അതുപോലെ തന്നെ ഇപ്പൊ ആകെ കൂടി ഉള്ളത് മരം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പഴയ ഒരു ബിൽഡിംഗ് ആണ്. അതിലാണെങ്കിൽ 2-4 മുറികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പോരാത്തതിന് അത് മഴക്കാലത്ത് ചോരുകയും ചെയ്യും. അപ്പോൾ ഇത്രയും നീട്ടി എഴുതണം എന്നില്ല. ഇവിടെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ ഇതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ആദ്യത്തെ 2 സെന്റൻസ് എഴുതിയാൽ മതി ഇതിന്റെ ആൻസർ ആയിട്ട് കേട്ടോ. 12th क्वेश्चन, सूरीनाम में हिंदी के प्रचार प्रसार में हिंदी को आम आदमी तक पहुंचाने में हिंदी फिल्मों तथा संगीत का भी विशेष योगदान रहा है. हिंदी के प्रचार प्रसार के बारे में लेखक क्या कहते हैं? സൂരിനാമിലെ ഹിന്ദിക്കുള്ള പ്രചാരം കണ്ടിട്ട് ലേഖകൻ എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. लेखक का तात्पर्य है कि भाषा भावों की अभिव्यक्ति का सशक्त माध्यम होती है. उनका मानना है कि सूरीनाम में हिंदी के प्रचार प्रसार में हिंदी फिल्मों और गानों का विशेष योगदान है. हिंदी चलचित्रों के प्रति सूरीनाम के भारतवासियों तथा अन्य सूरीनामी लोगों का भी गहरा लगाव है. അപ്പം അദ്ദേഹം, അതായത് ഈ റൈറ്റർ പറയുന്നത് എന്താണ്? ഭാഷ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മൈൻഡിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള സശക്തമായിട്ടുള്ള ഒരു മാധ്യമമാണ്, ഒരു മീഡിയമാണ് എന്നാണ്. അപ്പം സൂരിനാമിലെ എല്ലാ ആളുകളിലേക്കും ഈ ഹിന്ദി പ്രചരിച്ചതിന് വലിയൊരു പങ്ക് വഹിച്ചത് ഹിന്ദി ഫിലിംസും അതുപോലെ തന്നെ സോങ്സും ആണ്. ഈ സൂരിനാമിലുള്ള ഭാരതത്തിൽ നിന്നുള്ള ആളുകൾ കൂടാതെ സൂരിനാമിലെ നേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കും ഇത്തരം ഹിന്ദി ഫിലിംസിനോടും സോങ്സിനോടൊക്കെ ഒരു പ്രത്യേക അടുപ്പവും ഇഷ്ടമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ആൻസർ ആയാലും ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. जमीन का खरीदार मिला 12,000 प्रति एकड़ की दर से, जैसा कि अनुमान था. कुछ और कीमत आ सकती थी मगर मजबूरी का फायदा सभी उठाते हैं. लेखक के इस कथन का तात्पर्य क्या है? അപ്പം ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കിട്ടി. 1 ഏക്കറിന് 12,000 രൂപ എന്നുള്ള കണക്കിനാണ് സ്ഥലം വിൽക്കുന്നത്. കുറച്ചും കൂടെ പൈസ കിട്ടുമായിരുന്നു ആ സ്ഥലത്തിന്. പക്ഷെ നമ്മുടെ ഹെൽപ്ലെസ്നെസ് ആയിട്ടുള്ള ഈ ഒരു വിവശമായിട്ടുള്ള അവസ്ഥ എല്ലാവരും എക്സ്പ്ലോയിറ്റ് ചെയ്യുമല്ലോ. ഫായ്ദ ഉഠാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു
സ്റ്റേറ്റ്മെന്റ് എന്താണ് മനസ്സിലാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. ലേഖക് और उनके पिता उनकी बहन की शादी के खर्चों के लिए अपनी जमीन बेचना चाहते थे. सबको उनके मजबूरी के बारे में पता था, इसलिए लोगों ने इसका फायदा उठाते हुए उनकी जमीन कम दाम में खरीदा. അത്ര എഴുതിയാൽ മതി കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു മിസ്റ്റേക്കാണ്. കം ദാം മേ ഖരീദ എന്നാക്കിയിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ലേഖകനും ലേഖകന്റെ അച്ഛനും ഈ സിസ്റ്ററിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പൈസ കിട്ടാൻ വേണ്ടി സ്ഥലം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഇവര് ഹെൽപ്ലെസ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർ അവരുടെ ആ ഒരു കണ്ടീഷനെ ചൂഷണം ചെയ്തുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം വാങ്ങി. അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. बाप ने अपने गांव में कहीं इसका रिश्ता कर दिया. बाप ने जब बात पक्की की, यह रात ही रात में एक शहरी लड़के के साथ भाग गई. മുർക്കി ഷഹരി ലഡ്കെ കെ സാത്ത് ക്യോ ഭാഗ് ഗയി. അതിന്റെ റീസൺ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത്തിരിയും കൂടെ നല്ല രീതിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. മുർക്കി के पिता ने उसकी शादी गांव में एक दूसरे व्यक्ति के साथ तय कर दिया था, इसलिए वह एक शहरी लड़के के साथ भाग गई. അപ്പം എന്താണ്, മുർക്കിയുടെ അച്ഛൻ മുർക്കിയുടെ വിവാഹം ഗ്രാമത്തിൽ ഒരാളുമായിട്ട് ഉറപ്പിച്ചിരുന്നു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുർക്കി എന്ത് ചെയ്തു, ആ ടൗണിലത്തെ ഒരു ചെറുക്കന്റെ കൂടെ ഓടിപ്പോയി. അതാണ് ഉണ്ടായത്. 15th क्वेश्चन. मेरी जीत तेरी हार मेरी हार, सच्ची दोस्ती कैसी होनी चाहिए. अപ്പോ सच्चे दोस्त एक दूसरे की जीत को अपनी जीत मानते हैं, वे एक दूसरे की हार को भी अपना हार मानते हैं. അതായത് ട്രൂ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവര് പരസ്പരമുള്ള ദുഃഖങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും അല്ലെങ്കിൽ വിജയങ്ങളും പരാജയങ്ങളും രണ്ടുപേരുടെ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഫ്രണ്ടിന് ഉണ്ടാവുന്നത് മറ്റേ ആളുടെയും കൂടി ആണ് എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 16 से 18 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखिए. प्रत्येक प्रश्न के 2 स्कोर है. അപ്പോൾ 16 തൊട്ട് 18 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് ഇതാണ്. മൊത്തം 4 മാർക്സ് ആണ് ഈ ഒരു സെക്ഷന് വരുന്നത്. സഹി മിലാൻ കരെ. യാത്രിयों को पानी पिलाना. अदारा चियार व भटका हुआ पीर. फूल बेचने वाली लड़की. कुमुद फूल बेचने वाली लड़की. 17th क्वेश्चन. पात्र से संबंधित सही प्रस्ताव चुने. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. കൂലിനായിട്ട് മാച്ച് ചെയ്യുന്നത് എന്താണ്, ലാൽ കമീസ് പെർ നമ്പർ. ആ ഒരു റെഡ് ഷർട്ടിന്റെ പുറകിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും. അനങ്ക് ഗണ്ടെ ബർക്കെ മെഹ്മാൻ. അത് ദവ എന്ന് പറഞ്ഞ ആ വ്യംഗ്യയിലെ ക്യാരക്ടറാണ്. 18th क्वेश्चन. तू पानी पिलाया कर पुण्य मिलता है, मुझे तो पुण्य मिल ही गया. स्कूटर वाले से माँ का उपदेश क्या था. അപ്പം സ്കൂട്ടർ വാലയുടെ അടുത്ത് അമ്മ എന്താണ് ഉപദേശിച്ചത്, എന്ത് ഉപദേശമാണ് കൊടുത്തതെന്നാണ് ആ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. माँ ने स्कूटर वाले को सिखाया था कि दूसरों को यानी कि प्यासों को पानी पिलाने से पुण्य मिलता है. दूसरों को और प्यासों को എന്നാണ് കേട്ടോ. പ്യാസോं को എന്ന് എഴുതിയാലും മതി. അപ്പം എന്താണ്, അമ്മ മകന് പഠിപ്പിച്ചു കൊടുത്തത് ഈ ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുമ്പോൾ അതിൽ നിന്നും പുണ്യം കിട്ടും എന്നാണ്. ഉൻഹോനെ ऐसा ही किया और उसको पुण्य मिल गया. അപ്പം ആ ഒരു ആള് എന്ത് ചെയ്തു, ഈ സ്കൂട്ടർ വാല എന്ത് ചെയ്തു, ഇതുപോലെ ദാഹിക്കുന്ന ആൾക്കാർക്ക് വെള്ളം കൊടുത്തു, അതിൽ നിന്നും അയാൾക്ക് പുണ്യം കിട്ടിയെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. 19 से 23 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखें. प्रत्येक प्रश्न के 4 स्कोर है. അപ്പോൾ 19 to 23 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് ഇതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷന് ടോട്ടൽ 12 മാർക്സ് ആണ്. 19th क्वेश्चन. ये कथन पढ़े और बहादुर शाह जफर के चरित्र पर टिप्पणी लिखे. അപ്പം താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചിട്ട് ബഹാദുർ ഷാ ജഫറിനെ കുറിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ബേട്ടി കെ നാമിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. താഴെ ഈ വീഡിയോന്റെ താഴെ +1ന്റെ പ്ലേലിസ്റ്റ് അറ്റാച്ച് ചെയ്യാട്ടോ. അപ്പം ആ വീഡിയോസ് കാണാത്തവർക്ക് അത് കാണാം. എല്ലാ ചാപ്റ്ററിന്റെയും എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെയും വീഡിയോസ് നമ്മൾ മുൻപേ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. 20th क्वेश्चन. जीवन वृत्त पढ़े और मैथिली शरण गुप्त के बारे में एक अनुच्छेद लिखें. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ശ്രീ മാഥിലി ശരൺ ഗുപ്തിന്റെ ഒരു പ്രൊഫൈൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആ പ്രൊഫൈൽ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ ഒരു ബോക്സ് വരയ്ക്കാം. എന്നിട്ട് മാഥിലി ശരൺ ഗുപ്ത് എന്ന് ഹെഡിങ് കൊടുക്കുക. ബ്രാക്കറ്റിൽ 1885 to 1965 എന്ന് എഴുതണം. എന്നിട്ട് ഇപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നോർമലി ഇപ്പൊ +1 ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ സാധാരണയായി ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു റൈറ്ററിന്റെ പ്രൊഫൈൽ ചോദിക്കണം എന്നില്ല.
അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ അതിലൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാഥിലി ശരൺ ഗുപ്ത എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഹിന്ദിയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പോയറ്റാണ്. അതുകൂടാതെ അദ്ദേഹത്തിനെ രാഷ്ട്രകവി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് കവികളുടെ പ്രൊഫൈലിൽ നിന്ന് കുറച്ച് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ മാഥിലി ശരൺ ഗുപ്ത എന്ന് ടൈറ്റിൽ കൊടുത്തു, ജനിച്ച വർഷവും മരിച്ച വർഷവും കൊടുത്തു. എന്നിട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? राष्ट्रकवि श्री मैथिली शरण गुप्त का जन्म 1885 को उत्तर प्रदेश के चिरगांव में हुआ. എന്നിട്ട് उनकी प्रमुख रचनाएं हैं साकेत, यशोधरा, पंचवटी आदि. 1954 को उन्हें पद्म भूषण दिया गया, അല്ലെങ്കിൽ को पद्म भूषण से उन्हें सम्मान दिया गया എന്നും എഴുതാം. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. എന്നിട്ട് 1965 को उनकी मृत्यु हुई. അപ്പൊ ആ രാഷ്ട്രകവി എന്നുള്ളതോ പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ കൃതികൾ എക്സ്ട്രാ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ആഡ് ഓൺ പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് ഇതിൽ മാർക്സ് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടിയും ഹെൽപ്പ് ചെയ്യും. 21st क्वेश्चन, पद पढ़े और കൃഷ്ണ की ബാൽ ലീലാവും का വർണ്ണൻ करे. അപ്പം കൃഷ്ണന്റെ ബാലലീലകളെ കുറിച്ചിട്ടുള്ള ഒരു പദമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്നും കൃഷ്ണന്റെ ബാലലീലകളെ കുറിച്ചിട്ട് എഴുതാനാണ്, വർണ്ണിക്കാനാണ് പറയുന്നത്. അതും ആ പദിൽ നിന്നുള്ള ഡീറ്റെയിൽസ് തന്നെ എഴുതേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് അതിന്റെ ആൻസർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. 22nd क्वेश्चन, हनुमान चालीसा तथा रामचरित मानस आदि धर्म ग्रंथों के माध्यम से भारत से जाते समय वे ले गए थे अपने साथ, और जिसे उन्होंने तूफान के बीच दिए की तरह जलाए रखा. सूरीनाम के गिरमिटिया श्रमिकों के बारे में एक टिप्पणी तैयार करे. അപ്പോൾ ഇത് റിലേറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ഈ സൂരിനാമിലേക്ക് ഭാരതത്തിൽ നിന്ന് കുറെ പേര് പോയിരുന്നു, പ്രത്യേകിച്ച് കോൺട്രാക്ട് വർക്കേഴ്സ്. അവർ പോകുമ്പോൾ ഭാരതത്തിൽ നിന്ന് എന്ത് കൊണ്ടുപോയി? ഹനുമാൻ ചാലീസ അതുപോലെ തന്നെ രാംചരിത് മാനസ് പോലത്തെ ഗ്രന്ഥങ്ങൾ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ സൂരിനാമിലെ ആളുകളുടെ ഇടയിൽ ഹിന്ദി ഇപ്പോഴും പോപ്പുലർ ആയിട്ട് നിൽക്കുന്നതിൽ ഉള്ള അവരുടെ റോള്, അതുപോലെ തന്നെ ഈ ഗിർമിറ്റിയ ശ്രമിക് അതായത് കോൺട്രാക്ട് വർക്കേഴ്സിന്റെ സ്പെഷ്യാലിറ്റി, അവരെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഹിന്ദി के प्रचार प्रसार में सूरीनाम के गिरमिटिया श्रमिकों का बहुत बड़ा योगदान है. वे जाते वक्त अपने साथ हनुमान चालीसा तथा रामचरित मानस जैसे धर्म ग्रंथ भी ले गए थे. उनके माध्यम से उन्होंने सूरीनाम में हिंदी का प्रचार किया और इस तरह उन्होंने वहां हिंदी को तूफान के बीच दिए की तरह जलाए रखा. അപ്പം എന്താണ് പറയുന്നത്? സൂരിനാമിലേക്ക് ഇന്ത്യയിൽ നിന്നും പോയിട്ടുള്ള ഈ കോൺട്രാക്ട് വർക്കേഴ്സ് അവർ പോകുമ്പോൾ ഈ രണ്ട് ഗ്രന്ഥങ്ങളും കൊണ്ടുപോയി. അതുവഴിയൊക്കെയാണ് ഈ ഹിന്ദിയുടെ പ്രചാരം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ ഭാഷയെ അവരിപ്പോഴും അവിടെ ജീവനോടെ വെച്ചിരിക്കുന്നതും. അപ്പം ഇങ്ങനെ ഈ സൂരിനാമിൽ ഇപ്പോഴും ഹിന്ദി എന്ന ഭാഷ നിലനിൽക്കുന്നുണ്ട് എന്നത് തൂഫാൻ കെ ബീച്ച് ദിയെ കി തര ജലായി റഖ എന്നാണ് പറയുന്നത്. ഒരു സ്റ്റോമിന്റെ ഇടയിൽ ഒരു ദീപം കത്തിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് എന്നാണ് ലേഖകൻ അതിനെ കമ്പയർ ചെയ്യുന്നത്. മഗർ നീന്द के खुलने के पूर्व ही नोटिस बैंक की आ धमकी सपने में. इन पंक्तियों का तात्पर्य क्या है? അപ്പം ഇത് സപ്നെ കാ ഭി ഹക്ക് നഹി എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിലെ ആ ഒരു കവിതയിലെ വരികളാണ്. കോണ്ടെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ കവിതകൾ പൊതുവെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികമായിട്ട് ഞാൻ ആൻസർ ചെയ്യുന്നില്ല. കാരണം ആസ്വാദൻ ടിപ്പണി അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് തന്നെ ഭൂരിഭാഗവും എല്ലാം ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത് കൊണ്ടാണ് അത് ഒഴിവാക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ആ ഒരു സ്ത്രീ ഇങ്ങനെ നല്ലൊരു വീട്ടില് താമസിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു. എന്നിട്ട് ആ സ്വപ്നത്തിൽ തന്നെ അവർ കാണുകയാണ് ബാങ്കിന്റെ നോട്ടീസ് വരുന്നത്. അതായത് പാവപ്പെട്ട ആളുകൾക്ക് സ്വപ്നത്തിൽ പോലും ഒരു നല്ല കാലം അല്ലെങ്കിൽ ഒരു നല്ല വീട്ടിൽ താമസിക്കുന്നതൊന്നും കാണാനുള്ള അവകാശം ഇല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ഉന്നയിക്കുന്നത്. 24 से 25 तक के प्रश्नों में से किन्हीं एक का उत्तर लिखिए. प्रत्येक प्रश्न के 4 स्कोर. അപ്പം 24 to 25 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ആണ് ആൻസർ എഴുതേണ്ടത്. അതിൽ ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈ 24th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ആണ്. അതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഹിന്ദി വേർഡ്സ് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ചില ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സിന്റെ ഹിന്ദി വേർഡ്സ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പാരഗ്രാഫിൽ എന്താ പറയുന്നത്? മദർ ഇസ് എ വെരി സ്പെഷ്യൽ ആൻഡ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഫോർ എവറി ചൈൽഡ്. അതിലെ സ്പെഷ്യലിന്റെ വേർഡ് വിശേഷനും ഇമ്പോർട്ടന്റ് മഹത്വപൂർണ്ണെന്നാണെന്നും കൊടുത്തിട്ടുണ്ട്. ഷീ ഇസ് ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ എനി വൺ.
പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ കീംതി, ഗിഫ്റ്റ്, ഉപഹാർ അതും കൊടുത്തിട്ടുണ്ട്. എ ചൈൽഡ് ക്യാൻ സീ ദ വേൾഡ് ഓൺലി ബിക്കോസ് ഓഫ് ഹെർ, ഷീ ഇസ് എ ഫ്രണ്ട്, ഗാർഡിയൻ, ഗൈഡ് ആൻഡ് ടീച്ചർ ടു ഹെർ ചൈൽഡ്. അപ്പൊ അതിൽ ഗാർഡിയൻ അഭിഭാവക്, അതുപോലെ തന്നെ ഗൈഡ് മാർഗദർശി ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വേർഷൻ നോക്കാം. शिशु के जीवन में माँ का एक विशेष तथा महत्वपूर्ण स्थान होता है. ईश्वर की तरफ से सबसे कीमती उपहार होती है माँ. माँ है इसलिए ही हर बच्चा दुनिया देख पाया है. वह अपने बच्चे के लिए एक दोस्त, अभिभावक, मार्गदर्शी एवं अध्यापिका होती है. नेक्स्ट क्वेश्चन, ഹായ്ക്കു പഠേ ഓർ ആശയ ലിഖേ. അപ്പോൾ ഇതായാലും ഹായ്ക്കൂല് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്യുന്നത്. 26 से 29 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखे. प्रत्येक प्रश्न के 6 സ്കോർ. അപ്പോൾ 26 to 29 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 എണ്ണമാണ് ആൻസർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓരോ ക്വസ്റ്റ്യനും 6 മാർക്സ് ആണ്. അപ്പോൾ ഈ ഒരു പാർട്ടിന് മൊത്തം 18 മാർക്സ് ആണ്. पति द्वारा उपेक्षित मुर्गी किसी दयालु व्यक्ति से भाड़ा लेकर राजवंती के यहाँ आती है. इसके बारे में राजवंती और बेटे कुमार के बीच का वार्तालाप तैयार करें. അപ്പം മുർക്കിയുടെ ഹസ്ബൻഡ് ആ മേളയിൽ ഉപേക്ഷിച്ചു. അവിടെ നിന്ന് മുർക്കി എങ്ങനെയാണ് രാജവന്തിയുടെ അടുത്ത് തിരിച്ചു വന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് രാജവന്തിയും കുമാറും കൂടി സംസാരിക്കുന്നതായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു കോൺവെർസേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നായിരുന്നു. പക്ഷെ അത് മുർക്കിയും രാജവന്തിയും തമ്മിൽ ഉണ്ടായ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ നോക്കുന്നത് കുമാറും രാജവന്തിയും കൂടി സംസാരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് കോൺവെർസേഷൻ നോക്കാം. കുമാർ, മാ മുർക്കി ആപ്കെ പാസ് कैसे आई थी. കുമാർ ചോദിക്കുകയാണ് അമ്മ മുർക്കി എങ്ങനെയാണ് അമ്മയുടെ അടുത്ത് വന്നത്. राजवंती, वह अपने पति के साथ मेला देखने गई थी. उसने मुर्की को छोड़ दिया. അപ്പോൾ രാജവന്തി പറയാണ് മുർക്കിയുടെ ഹസ്ബൻഡിന്റെ കൂടെ ആ ദശരയുടെ മേള കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ വെച്ചിട്ട് അയാള് മുർക്കിയെ ഉപേക്ഷിച്ചു. കുമാർ, ക്യോं उसने ऐसा क्यों किया. അപ്പോൾ കുമാർ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. രാജവന്തി, उसे किसी और से प्यार हो गया था. അപ്പം രാജവന്തി പറയാണ് അയാൾക്ക് വേറൊരു സ്ത്രീയോട് ഇഷ്ടമുണ്ടായിരുന്നു. കുമാർ, आपने बताया था उनका एक घर भी था जिससे बनाने में मुर्की के सारे जेवर भी बेचना पड़ा था. उसका क्या हुआ. क्या हुआ കഴിഞ്ഞിട്ട് ഇതൊന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ആക്കണം കേട്ടോ, അതോടെ ഫുൾ സ്റ്റോപ്പ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പം കുമാർ ചോദിക്കുകയാണ് അമ്മ പറഞ്ഞിരുന്നല്ലോ മുർക്കിയുടെ ഹസ്ബൻഡും കൂടി ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ ആ വീട്ടിൽ ഇപ്പൊ ആരാണ് താമസിക്കുന്നത്, എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നു, രാജവന്തി പറയുന്നു, ഉസ്കാ പതി അപ്നെ സാത്ത് ഘർ കി ചാബി ഭി ലേ ഗയാ. അപ്പോൾ മുർക്കിയുടെ ഹസ്ബൻഡ് പോകുന്ന വഴിക്ക് ആ ചാവിയും കൊണ്ടാണ് പോയത്, വീടിന്റെ ചാവിയും കൊണ്ടാണ് പോയത്. കുമാർ, മുർക്കി കോ യഹ് സബ് പതാ ക്യോं നഹീ ചലാ. അപ്പോൾ കുമാർ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് മുർക്കി ഇതൊന്നും അറിയാതെ പോയത്. രാജവന്തി, മുർക്കി തബ് സോ രഹി थी. उसने जब उठकर देखा तब तक वह जा चुका था. അപ്പോൾ മുർക്കി ഉറങ്ങുമായിരുന്നു, പക്ഷെ മുർക്കി എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേനും അയാൾ പോയിരുന്നു. കുമാർ, तो वह आपके पास लौट कैसे आई. അപ്പോൾ കുമാർ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മുർക്കി എങ്ങനെയാണ് അമ്മയുടെ അടുത്ത് തിരിച്ചെത്തിയത്. രാജവന്തി, उसने एक दयालु व्यक्ति से राह का भाड़ा लिया और मेरे पास लौट आई. അപ്പം രാജവന്തി പറയുന്നത് വഴിയിലുണ്ടായിരുന്ന ഒരു ദയാലു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വഴിയിലേക്ക്, അതായത് ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ചെലവിനുള്ള പൈസ മാത്രം വാങ്ങിയിട്ട് മുർക്കി ഇങ്ങോട്ട് വന്നു എൻ്റെ അടുത്തേക്ക്. കുമാർ, അച്ഛാ ഹുവാ വ ആപ്കെ പാസായി. അപ്പൊ കുമാർ പറയാണ് മുർക്കി അമ്മയുടെ അടുത്ത് വന്നത് എന്തായാലും നന്നായി. രാജവന്തി, ബെച്ചാരി ഓർ കഹാ ജാതി. രാജവന്തി പറയാണ് അവൾക്ക് പോവാനായിട്ട് വേറെ ഇടവും ഇല്ലല്ലോ. കുമാർ, ഹാ യഹ് ഭി സഹി ഹൈ, അച്ഛാ ഹുവാ ആപ്നെ ഉസേ സ്വീകാര. അപ്പൊ കുമാർ പറയാണ് അതും ശരിയാണ്, എന്തായാലും അമ്മ മുർക്കിനെ ആക്സെപ്റ്റ് ചെയ്തത് നന്നായി. സ്വീകാര എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വീകാരണ എന്ന് വെച്ചാൽ ടു ആക്സെപ്റ്റ് എന്നാണ്, സ്വീകാര എന്ന് വെച്ചാൽ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. രാജവന്തി, ഹാ കുമാർ, इसलिए वह खुशी से हमारे साथ रह सकी, कितनी अच्छी औरत थी. അപ്പം രാജവന്തി പറയാണ് അതെ ഞാനന്ന് ആക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ് മുർക്കിക്ക് ഇത്രയും സന്തോഷത്തിൽ നമ്മുടെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു മുർക്കി എന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഇത് 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ മിനിമം 6 എക്സ്ചേഞ്ചസ് നിങ്ങൾ എഴുതണം, അതായത് 12 ഡയലോഗ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ 27th ക്വസ്റ്റ്യൻ,
मैं जमीन नहीं बेचता, बेचता हूँ हृदय। बेटी की शादी के लिए पिता को जमीन बेचना पड़ता है, वह अपनी विवशता आत्मकथा में व्यक्त करता है। संकेतों के आधार पर पिताजी का ആത്മകഥാംശ ലിഖിയ. അപ്പോൾ ജമീൻ एक സ്ലേറ്റ് का नाम है എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പിതാജീന്റെ എന്തെഴുതാനാണ്, ഒരു ആത്മകഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വിദായി കാ ഘർ. അപ്പൊ ആത്മകഥ എഴുതുമ്പോൾ ഹെഡിങ് നിർബന്ധമായിട്ടും കൊടുക്കണം. വിദായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിന് ശേഷം പെൺകുട്ടികളെ സസുറാലിലേക്ക് പറഞ്ഞു വിടുന്ന ആ ഒരു ചടങ്ങാണ്. അപ്പം വിദായി നടക്കുന്ന വീട് എന്നാണ് അതിന്റെ ടൈറ്റിൽ. मेरी बेटी की शादी है परंतु मेरे घर में दो വിദായിയാ ഹോ രഹി ഹെ. അപ്പം അച്ഛൻ പറയാണ് എൻ്റെ മകളുടെ വിവാഹമാണെന്ന്, പക്ഷെ എൻ്റെ വീട്ടിൽ ഇന്ന് ഒന്നല്ല 2 വിദായിയാണ് നടക്കുന്നത്. पिता होने के नाते मैं अपनी बेटी की शादी अच्छी तरह करवाना चाहता था. അച്ഛൻ എന്ന നിലയ്ക്ക് എൻ്റെ മകളുടെ വിവാഹം നല്ല രീതിയിൽ നടത്താനാണ് ഞാൻ ആഗ്രഹിച്ചത്. किंतु मेरा इतना भी सौभाग्य नहीं है कि मैं बिना कर्ज लिए वह कर पाऊं. പക്ഷെ എനിക്ക് കടം വാങ്ങിക്കാതെ ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം ഇല്ല. कर्ज लिए बिना एक ही रास्ता था जिससे मैं अपनी बेटी की शादी करा सकता था, वह था अपनी जमीन बेचना. അപ്പം അച്ഛൻ പറയാണ്, ഇനിയിപ്പോ കടം വാങ്ങിക്കാതെ എനിക്ക് മകളുടെ വിവാഹം നടത്തണമെങ്കിൽ ആകെ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, അത് എൻ്റെ സ്ഥലം വിൽക്കുക എന്നുള്ളതായിരുന്നു. അപ്പോ लोगों ने मेरी मजबूरी का फायदा उठाते हुए मेरी जमीन कम दाम में खरीद ली. इस जमीन से मेरा ആത്മസംബന്ധ. അപ്പം ആൾക്കാരാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഹെൽപ്ലെസ് ആയ അവസ്ഥ മുതലെടുത്തിട്ട് അദ്ദേഹത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം വാങ്ങിച്ചു. പക്ഷെ ആ ഒരു സ്ഥലമായിട്ട് അദ്ദേഹത്തിന് വളരെയധികം ആത്മബന്ധം ഉണ്ടായിരുന്നു. ഉസ് ജമീൻ സെ മേരി ബച്പൻ കി യാദേ ജുഡി ഹെ. ആ ഒരു ലാൻഡുമായിട്ട്, ആ ഒരു സ്ഥലമായിട്ട് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ കണക്റ്റഡ് ആണ്. മുझे वह जमीन एक स्लेट सा लगता है जिस पर मेरा पूरा बचपन लिखा गया है. എനിക്കാണെങ്കിൽ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്ലേറ്റ് പോലെയാണ് തോന്നുന്നത്. എൻ്റെ എൻറ്റയർ കുട്ടിക്കാലം എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ലേറ്റ് പോലെയാണ് ആ ഭൂമി എനിക്ക്. पिता का दायित्व निभाते निभाते मैं अपनी जमीन के प्रति मेरा जो दायित्व था वह निभा नहीं पाया. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ഡ്യൂട്ടി ചെയ്തുകൊണ്ട് ഇരുന്നപ്പോൾ ഈ ഒരു ജമീനിനെ പ്രതി, ഈ ഒരു ഭൂമിയെ പ്രതി എനിക്ക് എന്ത് ഉത്തരദായിത്വം, അതായത് എന്ത് ഡ്യൂട്ടിയാണോ ഉണ്ടായിരുന്നത് അത് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. ഐ ഫെയിൽ ടു ഫുൾഫിൽ മൈ ഡ്യൂട്ടി എന്നുള്ള മീനിങ്ങിൽ. 28 क्वेश्चन. आपके स्कूल में 14 सितंबर को हिंदी दिवस का आयोजन हो रहा है. स्कूल के प्राचार्य प्रिंसिपल समारोह का उद्घाटन करेंगे, उसके लिए एक पोस्टर तैयार करें. അപ്പോൾ പോസ്റ്ററിന് ആദ്യം എന്ത് ചെയ്യണം, ഒരു ബോക്സ് വരയ്ക്കണം. എന്നിട്ട് പോസ്റ്ററിന് ഹെഡിങ് കൊടുക്കുന്നു. താഴെ ക്വസ്റ്റ്യനിൽ എന്നിട്ടുള്ള മാറ്റർ എഴുതിയിട്ടുണ്ട്, ഹിന്ദി ദിവസ് സമാരോഹ്, പിന്നെ ഡേറ്റ്, പിന്നെ സ്കൂളിന്റെ പേര് എഴുതുക. എന്നിട്ട് ഉദ്ഘാടനം ചെയ്യണത് ആരാന്നും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, പ്രാചാര്യാണ്, പ്രിൻസിപ്പൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ബേസിക് ആയിട്ട് അത് എവിടെയാണ് നടക്കുന്നത്, അതിന്റെ ടൈം എന്താണ്, ഇനി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതും ഇൻക്ലൂഡ് ചെയ്യണം. ലാസ്റ്റ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഹാർട്ടി വെൽക്കം ടു ഓൾ എന്നുള്ളതും ആഡ് ചെയ്യുക. പിന്നെ ആരാണ് ഇത് നടത്തുന്നത് എന്നും കൂടി എഴുതണം. അപ്പൊ ഇവിടെയാണെങ്കിൽ ഹിന്ദി ക്ലബ്ബ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നോക്കൂ, ഉദ്ഘാടൻ ആദരണീയ പ്രാചാര്യ, സ്ഥാൻ സ്കൂൾ സഭാഭവൻ, സമയ് റാൻഡമായിട്ടൊരു സമയം. മോസ്റ്റ്ലി ഇങ്ങനത്തെ പരിപാടികളൊക്കെ രാവിലെ നടത്തുന്നതുകൊണ്ട് രാവിലത്തെ ഒരു സമയം കൊടുക്കുക. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്, വിഭിന്ന പ്രതിയോഗിതായി ആയി ഓർ ഭാഗ്ലേ. അപ്പം ഡിഫറെന്റ് പ്രോഗ്രാംസ് ഉണ്ട്, കോമ്പറ്റീഷൻസ് ഉണ്ട്. പ്രതിയോഗിതായി എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻസ് ആണ്. അങ്ങനെ എല്ലാവരും വരൂ, പങ്കെടുക്കൂ എന്നാണ് ആ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്ത് എഴുതിയിട്ടുള്ളത്. പിന്നെ സബ്കാ ഹാർദിക് സ്വാഗത് എന്താണ്, ഹാർട്ടി വെൽക്കം ടു ഓൾ, എന്നിട്ട് ഹിന്ദി ക്ലബ്ബ്, പിന്നെ സ്കൂളിന്റെ പേര്. ഇങ്ങനെയാണ് നമ്മൾ ജനറലി ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നത്. 29 क्वेश्चन. ഗദ്യാംശ് പഠേ ഓർ സംക്ഷേപൻ കരേ. അപ്പോൾ താഴെ തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് അതിനെ സംക്ഷേപം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 1/3 ആയിട്ട് റെഡ്യൂസ് ചെയ്ത് എഴുതണം. भारत के सेवा का अर्थ है लाखों करोड़ों पीड़ित लोगों की सेवा करना. इसका मतलब है गरीबी और अज्ञानता को मिटाना, बीमारियां और अवसर की असमानता को मिटाना. അപ്പം ഭാരതത്തെ സേവിക്കുക എന്ന് പറയുന്നത് ഭാരതത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വേദനിക്കുന്ന ആളുകളെ സേവിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സേവയുടെ അർത്ഥം എന്താണ്, ഗരീബി, ദാരിദ്ര്യം, അതുപോലെ തന്നെ ഇല്ലിറ്ററസി, അതെല്ലാം മാറ്റുക.
പിന്നെ അസുഖങ്ങൾ, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസിലുള്ള ഡിസ്ക്രിമിനേഷൻ അതൊക്കെ മാറ്റുക എന്നുള്ളതാണ്. हमारी पीढ़ी के सबसे महान व्यक्ति की यह महत्वाकांक्षा रही है कि हर एक आंख से आंसू मिट जाए. शायद ये हमारे लिए संभव न हो, पर जब तक लोगों की आंखों में आंसू है और वे पीड़ित है, तब तक हमारा काम खत्म नहीं होगा. അപ്പം നമ്മുടെ ഈ ഒരു ജനറേഷനിലെ ഏറ്റവും മഹാനായ വ്യക്തിയുടെ ഒരു സ്വപ്നം, മഹത്വാകാംക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു രാജ്യത്തെ ഓരോ വ്യക്തിയുടെ കണ്ണിൽ നിന്നും ആ കണ്ണീര് തുടച്ചു മാറ്റാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. അപ്പൊ അത് പൂർണ്ണമായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് അറിയില്ല. എങ്കിൽ കൂടിയും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നാട്ടിലെ ആളുകളുടെ കണ്ണിൽ എത്ര നാൾ കണ്ണുനീരുണ്ടോ, അവരെത്ര നാൾ വിഷമിക്കുന്നുണ്ടോ, അത്രയും നാളും നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി തീരുന്നില്ല എന്നുള്ളതാണ്, നമ്മുടെ ജോലി തീരുന്നില്ല എന്നുള്ളതാണ്. और इसलिए हमें परिश्रम करना होगा ताकि हम अपने सपनों को साकार कर सके. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട് ഈ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനായിട്ട്. അപ്പം സംക്ഷേപം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? മെയിൻലി ഒരു ടൈറ്റിൽ കൊടുക്കണം. അപ്പൊ സപ്നോ കാ ഭാരത്, ഇതിപ്പം ഞാൻ കൊടുത്തൊരു ടൈറ്റിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാട്ടോ. हमारी पीढ़ी के सबसे महान व्यक्ति की महत्वाकांक्षा रही है कि भारत से सारे दुख और असमानताएं मिटाएं. जब तक लोगों के आंखों में आंसू है और वे पीड़ित है, तब तक हमारा काम खत्म नहीं होगा. इसलिए अपने सपनों को साकार करने के लिए हमें परिश्रम करना होगा. അപ്പൊ എക്സ്ട്രാ ഉള്ള സെന്റൻസസ് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ മൊത്തമായിട്ട് പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ആ പാരഗ്രാഫിലെ മൊത്തം കോണ്ടന്റിനെ നിങ്ങൾക്ക് 2 or 3 സെന്റൻസ് ആക്കിയിട്ട് എഴുതാം. അങ്ങനെയാണ് സംക്ഷേപം ചെയ്യണത്. അപ്പൊ സംക്ഷേപം കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരു 3 സെന്റൻസ് എഴുതിയാൽ മതി, ഒരു ടൈറ്റിലും എഴുതുക. അപ്പൊ നിങ്ങൾക്ക് 6 മാർക്സ് ഒക്കെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 30 से 32 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखें. प्रत्येक प्रश्न के 6 स्कोर. അപ്പോൾ 30 to 32 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 6 മാർക്സ് ഇതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ സഹി മിലാൻ കരെ, കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാന്നുള്ളതാണ്. കൊമേഴ്സ്, വാണിജ്യ, അറ്റ്മോസ്ഫിയർ, വായുമണ്ഡൽ, എനർജി, ഊർജ, ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷൻ, സാറ്റലൈറ്റ്, ഉപഗ്രഹ, ബാക്ടീരിയ, ജീവാണു. ഈ ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം അതൊന്ന് പഠിക്കണം എന്നേ ഉള്ളൂ, പാരിഭാഷിക് ശബ്ദാവലി ഒന്നിരുന്ന് പഠിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. പിന്നെ ടൈം കൺസ്യൂമിംഗ് അല്ല, വേഗം വേഗം എഴുതി തീർക്കാലോ. 31st क्वेश्चन, कोविड-19 के लिए एक नई दवा बाजार में आने वाली है, इसके लिए उचित विज्ञापन तैयार करें. അപ്പം കോവിഡ്-19 പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പുതിയ മെഡിസിൻ മാർക്കറ്റിൽ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിജ്ഞാപൻ, അതായത് പരസ്യം ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആ ഒരു വാക്സിന്റെ പ്രത്യേകതകളാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു വിജ്ഞാപനം എഴുതുമ്പോൾ ആദ്യം എന്തിന്റെ വിജ്ഞാപനമാണെന്നുള്ളത് ക്ലിയർ ആക്കണം. അത് കൂടാതെ ആ വിജ്ഞാപനത്തിൽ നമ്മൾ എന്ത് പ്രൊഡക്റ്റിനെ കുറിച്ചാണോ പറയുന്നത് അതിന്റെ ഫീച്ചേഴ്സ് എഴുതിയിരിക്കണം. പിന്നെ അതിന് എന്താണ് റേറ്റ് കുറവാണ്, എല്ലാവരും അത് വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ ഒരു സെന്റൻസ് ഉൾപ്പെടുത്തണം. പിന്നെ വിജ്ഞാപനം എപ്പോഴും പോസ്റ്ററിനെയൊക്കെ പോലെ തന്നെ ഒരു ബോക്സിന്റെ ഉള്ളിൽ വേണം എഴുതാനായിട്ട്. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഫോർമാറ്റിന് തന്നെ മാർക്സ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറയണത്. അപ്പം നയി ഔഷധി ആയി ഹെ കോവിഡ്-19 കാ പ്രതിരോധക് കോവാക്സിൻ, ഇതാണ് നമ്മുടെ മെയിൻ സെന്റൻസ് എന്ന് പറയുന്നത്. കാരണം കോവിഡ്-19 പ്രതിരോധിക്കുന്ന ഒരു മെഡിസിൻ എന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് താഴെ എഴുതിയിരിക്കുകയാണ് വിശേഷതായി. വിശേഷതായി എന്ന് പറയുന്ന ഈ 4 പോയിന്റ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. 98% രോഗോ സെ പ്രതിരക്ഷ, 98% രോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. കം ദാം, എന്താണ് വിലക്കുറവാണ്. സബി കെ ലിയെ ഉചിത്, എല്ലാവർക്കും സ്യൂട്ടബിൾ ആണ്. ദുഷ്പ്രഭാവ് നഹി ഹെ, സൈഡ് ഇഫക്ട്സ് ഇല്ല. ജൽദ് ഹി ടീക്കാകരൺ പ്രക്രിയ മേ ഭാഗ് ലേ, കോവിഡ്-19 കോ ദൂർ രഖേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വാക്സിനേഷൻ ആ ഒരു പ്രോസസ്സിൽ പങ്കെടുക്കുക, എന്നിട്ട് കോവിഡ്-19 ദൂരെ മാറ്റി നിർത്തുക. ഇതിപ്പോ വാക്സിൻ ആയതുകൊണ്ടാണ് ലാസ്റ്റത്തെ സെന്റൻസ് ഇങ്ങനെയായിരുന്നത്. വേറെ വല്ല ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയും ചില ബുക്സിന് വേണ്ടിയിട്ട് ഉള്ള പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ബുക്കിനെ റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം വേണം ഈ താഴത്തെ സെന്റൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാതെ ഒരു പരസ്യത്തിന്റെ മെയിൻ കൺക്ലൂഡ് ചെയ്യണ ആ അടിയിലത്തെ ലൈൻ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ട് ഒരിക്കലും മറ്റുള്ള പരസ്യം എഴുതാൻ വേണ്ടി പറ്റില്ല. ചിലപ്പം ഇതിന്റെ മുമ്പത്തെ വട്ടത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യം എഴുതാനാണ്. അപ്പം മെറ്റീരിയൽസ് ഒക്കെ മെജോറിറ്റി ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. അതൊന്ന് വായിച്ച് നല്ലൊരു ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബുക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സൈഡിൽ ഒരു സ്റ്റാർ പോലെ എന്തെങ്കിലും വരച്ചിട്ട് അതിനൊരു ഇത്ര രൂപയുള്ളൂ അല്ലെങ്കിൽ ഇത്ര
എന്താണ് കം ദാം, ഇത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട്, അങ്ങനെയുള്ള രീതിയിലൊക്കെ എഴുതാം. എങ്ങനെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റുമോ അത്ര അട്രാക്റ്റീവായിട്ട് എഴുതാം. 32nd क्वेश्चन, संकेतों के आधार पर जल ही जीवन है विषय पर लेख तैयार करें. हमारे जीवन में पानी का महत्व, दूसरों को पानी पिलाना, ജൽ ക സംരക്ഷൺ. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഹിൻസ് വെച്ചിട്ട് ജൽ ഹി ജീവൻ എന്നുള്ള വിഷയത്തിൽ ഒരു ലേഖ എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ വെള്ളത്തിനുള്ള ഇമ്പോർട്ടൻസ്, മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കുന്നതിന്റെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ജലം സംരക്ഷിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ലേഖ എഴുതാനാണ് പറയുന്നത്. അപ്പൊ 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ 1 പേജ് അല്ലെങ്കിൽ 1.5 പേജിന്റെ അടുത്തൊക്കെ എഴുതേണ്ടി വരും ഇത്. അപ്പൊ ലേഖിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് നിങ്ങൾ പഠിക്കുന്ന ഭാഗത്ത് നിന്ന് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഇത് മുൻകൂട്ടി പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ലേഖ എന്ന് പറയുമ്പോൾ ഒരു ടൈറ്റിൽ എഴുതിയിട്ട് എസ്സേ പോലെ അങ്ങനെ എഴുതി പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മുകളിൽ കൊടുത്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാനും വേഗം എഴുതി തീരുകയും ചെയ്യും, പെട്ടെന്ന് സ്കോർ ചെയ്യാനും പറ്റും. അപ്പം ആ 2 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ലേഖ അറ്റംപ്റ്റ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ, ലാംഗ്വേജിന്റെ മുകളിൽ നല്ല ഹോൾഡ് ഉള്ളവർക്ക് ആ ഓൺ ദ സ്പോട്ടിൽ അത് ഉണ്ടാക്കി എഴുതാൻ വേണ്ടി പറ്റും. പക്ഷെ എക്സാം ഹോൾഡിങ്ങിന് ഒരു റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കോൺഫിഡൻസ് ഉള്ളവർക്ക് അറ്റംപ്റ്റ് ചെയ്യാം, അല്ലാത്തവർ മോസ്റ്റ്ലി മറ്റേ 2 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണതായിരിക്കും നല്ലത്. നോ പാർട്ട് 5, 33 से 35 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखे, प्रत्येक प्रश्न के 8 स्कोर. അപ്പം 33 to 35 വരെയുള്ള ക്വസ്റ്റ്യൻസിലെ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാനാണ് പറയുന്നത്. ഓരോ ക്വസ്റ്റ്യനും 8 മാർക്സ് ആണ്. അപ്പോൾ ടോട്ടൽ ഈ ഒരു സെക്ഷനിൽ 16 മാർക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാതൃഭൂമി കവിതയിൽ നിന്ന് കുറച്ച് ലൈൻസ് തന്നിട്ട് അതിന്റെ ആസ്വാദന ടിപ്പിന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഒരു ടൈറ്റിൽ കൊടുക്കുക, എന്നിട്ട് റൈറ്ററിനെ കുറിച്ച് ഒരു 2 സെന്റൻസെങ്കിലും മിനിമം എഴുതണം. ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു കവിതയുടെ ആസ്വാദന ടിപ്പിണി എഴുതാം കേട്ടോ. ഇത് മുമ്പ് നമ്മൾ തന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. 34th क्वेश्चन, विश्व हिंदी सम्मेलन में भाग लेने के लिए सूरीनाम में पहुंचे लेखक अपने उस दिन की डायरी लिखता है. ലേഖക് की डायरी तैयार करें. അപ്പം സൂരിനാമിൽ അന്ന് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് ലേഖകൻ അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതുന്ന കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് സൂരിനാമിൽ പോയപ്പോൾ അതൊരു ഭാരതത്തിലെ ടൗൺ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ആ ഉദ്ഘാടനത്തിന് ഉണ്ടായ കാര്യങ്ങളും ഹിന്ദിയുടെ പ്രചാരം സൂരിനാമിലുള്ളത്, അതുപോലെ തന്നെ ഹിന്ദിയെ പ്രതി അവിടെയുള്ള ആളുകളുടെ ഇഷ്ടം, ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഇത് ഡയറി ആയിട്ടല്ല, എൻ്റെ കയ്യിലുള്ളത് ഒരു ലെറ്റർ ആയിട്ടുള്ള ഫോമാറ്റ് ആണ്. അപ്പം ഇത് ലെറ്റർ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ തരുന്ന സെയിം സംഭവം എഴുതാം. പിന്നെ ഡയറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇപ്പൊ തന്നിട്ടുള്ള ഇതില്ലേ അതിലത്തെ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം എന്താണ് ഒമിറ്റ് ചെയ്യുക, അത് ഒഴിവാക്കുക, എന്നിട്ട് ഡയറിയുടെ ഫോർമാറ്റിൽ എഴുതുക. ഓക്കെ, അപ്പം ഇത് ഞാൻ എല്ലാ ക്വസ്റ്റ്യനിലും പറയണതാണ്. മോസ്റ്റ്ലി ഡയറിയുടെയും അതുപോലെ തന്നെ ലെറ്ററിന്റെയും ആത്മകഥയുടെയും ഒക്കെ സാരാംശം, അതായത് സമ്മറി കോമൺ ആയിരിക്കും. അപ്പോൾ ഓരോ ചാപ്റ്ററിന്റെയും സമ്മറി പഠിച്ചു വെക്കുകയാണെങ്കിൽ ഫോർമാറ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പം ഇതിലിപ്പോ ലെറ്റർ പോലെ തന്നെയാണ് ഞാനിത് വായിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മളിവിടെ പ്ലേസും അതുപോലെ തന്നെ ഡേറ്റും കൊടുത്തു. എന്നിട്ട് പ്രിയ മിത്ര, ആശാ കർത്താ ഹൂ കി തും ഓർ തുമ്ഹാരാ പരിവാർ ഖുഷ് ഹൈ, കുശൽ മംഗൽ ഹെ, എന്ത് വേണമെങ്കിൽ എഴുതാം നിങ്ങൾക്ക്. ആജ് മേ ബഹുത് ആനന്ദ് കെ സാത്ത് യഹ് ഖത്ത് ലിഖ് രഹാ ഹൂ. അപ്പോൾ ഞാൻ ഹോപ്പ് ചെയ്യുന്നത് നീയും നിന്റെ ഫാമിലിയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു ഖത്ത് എഴുതുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് ഖത്ത് എന്ന് എഴുതാം, പത്ര എന്ന് എഴുതാം, ചിട്ടി എന്ന് എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. इस पत्र के द्वारा मैं अपने सूरीनाम की यात्रा के बारे में तुम्हें सब कुछ बताना चाहता हूँ. ഈ ഒരു ലെറ്റർ വഴി ഞാൻ സൂരിനാമിലേക്ക് യാത്ര ചെയ്തപ്പോൾ മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. मैं 7वीं विश्व हिंदी सम्मेलन में भाग लेने के लिए सूरीनाम गया. भारत के अलावा अनेक देशों के हिंदी लेखक, हिंदी प्राध्यापक, हिंदी प्रचारक, हिंदी सेवी अपनी ഉപസ്ഥിതി ക എഹ്സാസ് ജതാ രഹേ ഥേ. അപ്പം ഈ സൂരിനാമില് ഞാൻ ഈ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഹിന്ദിയുടെ പല ഫീൽഡ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ അവരുടെ ആ ഒരു പ്രസൻസ് അറിയിക്കാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലഗ്ഭഗ് 4.5 लाख आबादी वाले इस देश में करीब 37% लोग भारतीय मूल के हैं. അപ്പം ആകെ ഒരു 4.5 ലക്ഷം
ജനസംഖ്യ മാത്രമാണ് ഈ ഒരു നാട്ടിലുള്ളത്. അതിൽ 37% എന്ന് പറയുന്നത് ഇന്ത്യൻ ഒറിജിൻ ഉള്ളവരാണ്. പാരാമാരിബോ ഷെഹർ സൂരിനാമി നെഹി എക് ഭാരതീയ ഷെഹർ ജൈസാ ലഗ് രഹാ ഥാ. ഈ പാരാമാരിബോ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം സൂരിനാമിലെ സ്ഥലമല്ല, പക്ഷെ ഭാരതത്തിലെ ഒരു സ്ഥലമാണെന്നാണ് റൈറ്ററിന് തോന്നിയത്. दिनांक 6 जून को प्रातः सम्मेलन का शुभारंभ करते हुए राष्ट्रपति रोनाल्डो ने कहा था सूरीनाम और भारत के बीच प्रगाढ़ आत्मीय संबंध है. അപ്പം 6 ജൂണിന് ഈ ഒരു പ്രോഗ്രാമിന്റെ ഇനോഗ്രേഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ രാഷ്ട്രപതി റൊണാൾഡോ വെനീഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂരിനാമും ഭാരതവും തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്നുള്ളത്. दोनों देश एक दूसरे से गहरा जुड़ा था, उनकी बातों ने मुझे प्रभावित कर लिया. അപ്പം ഈ രണ്ട് ദേശങ്ങളും രാജ്യങ്ങളും എന്താണ് തമ്മിൽ ഡീപ്ലി കണക്റ്റഡ് ആയിരുന്നു. എന്ത് അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലമാണെന്നല്ല പറയുന്നത്, അവര് തമ്മിൽ ആ രാജ്യവും രാജ്യത്തെ ആളുകളും തമ്മിൽ വെൽ കണക്റ്റഡ് ആണ് എന്നാണ്. അപ്പോ ഈ പ്രസിഡന്റിന്റെ സംസാരം ലേഖകന് ഇംപ്രസീവ് ആയിട്ട് തോന്നി. सूरीनाम में हिंदी के प्रचार प्रसार में हिंदी को आदमी तक पहुंचाने में हिंदी फिल्मों तथा संगीत का विशेष योगदान रहा है. സൂരിനാമിലെ ഈ ഹിന്ദിയുടെ പ്രചാരത്തിന് അവിടെയുള്ള ഹിന്ദി ഫിലിംസിനും അതുപോലെ തന്നെ ഹിന്ദി സോങ്സും ഒക്കെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. യോഗ്ദാൻ രഹാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ്. हिंदी चलचित्रों के प्रति सूरीनाम के भारतवासियों का ही नहीं अन्य सूरीनामी लोगों का भी गहरा लगाव है. ഈ സൂരിനാമിലെ ഭാരതവാസികൾക്ക് മാത്രമല്ല, ഭാരതത്തിൽ നിന്ന് ചെന്ന് സൂരിനാമിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല, അല്ലാതെ സൂരിനാമിലെ നേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കും ഈ ഹിന്ദി ഫിലിംസിനെ പ്രതി ഒരു പ്രത്യേക സ്നേഹമുണ്ട്. वहां का माहौल ऐसा था जैसे 130 साल से बिछुड़े बंधु एक दूसरे से मिल रहे हैं. मुझे वह शहर और वहां के लोग बहुत अच्छे लगे. तुम अपनी राय जवाब के रूप में लिखना. തുമ്ഹാരാ പ്രിയമിത്ര ഹിമാൻഷു. അപ്പം അദ്ദേഹം ലാസ്റ്റ് പറയുന്നത് എനിക്ക് ആ ഒരു സ്ഥലത്തെ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു 130 വർഷമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടിരുന്ന ബന്ധുക്കള് പിന്നീട് ഒരുമിച്ച് കണ്ടുമുട്ടിയതുപോലെയാണ് എന്നാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഈ ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ നിന്റെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച് എന്നുള്ളത് എനിക്ക് എന്തായാലും എഴുതി അറിയിക്കണം എന്ന് ഫ്രണ്ടിനോട് പറഞ്ഞിട്ടാണ് ഈ ഒരു ലെറ്റർ അവസാനിപ്പിക്കുന്നത്. തുമ്ഹാരാ പ്രിയമിത്ര ഹിമാൻഷു. ഇങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം ഇതിലിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്താണ് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഹനുമാൻ ചാലീസ അതുപോലെ തന്നെ രാംചരിത് മാനസൊക്കെ ഇവിടുത്തെ ഗിർമിട്ടിയ ശ്രമിക് സൂരിനാമിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് അവിടെ ഹിന്ദി പ്രചരിച്ചത് എന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാം, കാരണം 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ ഇത്രയും കൂടെ ഡെപ്ത് വേണം ആൻസേഴ്സിന്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. അല്ല ഇത് മാത്രം ഇതായാലും അത്യാവശ്യം ഉണ്ട്, കോണ്ടന്റ് ഉണ്ട്. പക്ഷെ 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കൂടി ആഡ് ചെയ്യണം, നല്ലതായിരിക്കും. ഡയറി ആവുമ്പോ എന്താണ് ഈ ലാസ്റ്റത്തെ ഈ ഫോർമാറ്റിന്റെ പോർഷൻസ് ഒക്കെ എടുത്തു മാറ്റാം. തുമ്ഹാരാ പ്രിയമിത്ര ഹിമാൻഷു അതൊന്നും വേണ്ട. വഹാ കെ ലോഗ് മുझे बहुत अच्छे लगे വരെ എഴുതി അവസാനിപ്പിച്ചാലും മതി ഡയറി ആവുമ്പോൾ. 35th क्वेश्चन. मुर्की के पिताजी ने अपने गांव में कहीं मुर्की का रिश्ता कर दिया. यह खबर सुनते ही मुर्की अपने प्रेमी को एक पत्र लिखती है. वह पत्र तैयार करें. അപ്പം മുർക്കിയുടെ അച്ഛൻ മുർക്കിയുടെ വിവാഹം ഉറപ്പിച്ചു ഗ്രാമത്തിലെ ഒരാളെ ആയിട്ട്. ഈ ഒരു വിവരം മുർക്കി അറിഞ്ഞപ്പോഴേ മുർക്കിയുടെ പ്രേമിക്ക് എഴുതുന്ന ഒരു ലെറ്റർ, ലവറിന് എഴുതുന്ന ഒരു ലെറ്റർ എഴുതാനാണ് പറയുന്നത്. അപ്പൊ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് രാജ്വന്തിയുടെ വീട്ടിലേക്ക് വന്നത്, അതുപോലെ തന്നെ ആ ഒരു ഗ്രാമത്തിലെ ഒരു സെക്കൻഡ് മാരേജ് ചെയ്യുന്ന ഒരാളെ ആയിട്ട് വിവാഹം ഉറപ്പിച്ചത്, അതുപോലെ തന്നെ അവരുടെ ഗ്രാമത്തിലെ ഈ പെൺകുട്ടികളെ വിൽക്കുന്നത് പോലത്തെ ഒരു ട്രഡീഷനാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാ. അതുപോലെ തന്നെ എന്താണ് പ്രേമിയുടെ കൂടെ ഓടിപ്പോണം എന്നുള്ള ഒരു കാര്യം അവതരിപ്പിക്കുക. ഇതൊക്കെയാണ് ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പം ലെറ്ററിന് ബേസിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. എന്നിട്ട് സ്ഥലം എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു, പിന്നെ പ്രിയ ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. കാരണം ആ ഒരു സ്റ്റോറിയിൽ മുർക്കിന്റെ ലവറിന്റെ പേര് എന്തായിരുന്നു എന്ന് പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. आशा करती हूँ कि तुम और तुम्हारा परिवार कुशल मंगल है. मैं एक महत्वपूर्ण बात बताने के लिए यह पत्र लिख रही हूँ.
मैं एक मुश्किल में पड़ गई हूँ. അപ്പം മുർക്കി ചോദിക്കുകയാണ് വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ, അതുപോലെ തന്നെ ഞാനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത്. ഞാനൊരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. മുഷ്കിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ബുദ്ധിമുട്ട്, ഒരു പ്രശ്നം. അൻഷു എന്നാണ് ബോയ് ഫ്രണ്ട് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അൻഷു എന്ന് എഴുതിയെന്ന് മാത്രം. अंशु तुम जानते हो ना कि मैं राजवंती माँ के घर में रह रही हूँ. അപ്പൊ അൻഷു നിനക്കറിയാലോ ഞാൻ രാജ്വന്തി മായുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന്. मैं यहाँ जितने भी दिन रही हूँ बहुत खुश रही हूँ. ഞാൻ എത്ര നാൾ ഈ വീട്ടിൽ നിന്നിട്ടുണ്ടോ അത്രയും നാളും സന്തോഷത്തോടെയാണ് നിന്നിട്ടുള്ളത്. കുമാർ भी है यहाँ तो मेरा मन लगा रहता है. അപ്പോ കുമാർ രാജ്വന്തിയുടെ മകനും കൂടി ഉള്ളത് കൊണ്ട്, അതായത് ചെറിയ കുട്ടിയാണല്ലോ, അപ്പൊ ആ കുട്ടിയും കൂടി ഉള്ളത് കൊണ്ട് എനിക്കാണെങ്കിൽ അധികം ടെൻഷനൊന്നുമില്ല. മൻ ലഗാ രഹതാ ഹെ എന്ന് വെച്ചാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്, മടുപ്പൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ്. पर आज मुझे पता चला कि मेरे पिताजी गांव में किसी के साथ मेरा रिश्ता तय करके बैठे हैं. അപ്പോൾ പക്ഷെ ഇന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അച്ഛൻ ഗ്രാമത്തിലെ ഒരാളുമായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്ന്. जानकारी मिली कि वह अच्छा आदमी है मगर दूजा है. എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് അയാൾ ഒരു നല്ല വ്യക്തിയാണെന്നാണ്, പക്ഷെ ദൂജ ആണ്. ദൂജ എന്ന് പറയുന്നത് ആദ്യത്തെ വൈഫ് മരിച്ചിട്ട് രണ്ടാമത് വിവാഹം കഴിക്കുന്ന ആളാണ്. ഉസ്കി ഉംർ ബി ബഹുത് ജ്യാദ ഹെ. അപ്പൊ അയാളുടെ പ്രായവും ഭയങ്കര കൂടുതലാണ്. ഉസ്മേ കൈ ഓർ അവഗുൺ ബി ഹെ. പിന്നെ അയാൾക്ക് വേറെ എന്തൊക്കെയോ കുറവുകളുണ്ട്. ഉസ്കി ആഖോ മേ കോയി ഖരാബി ഹെ. അയാളുടെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. മുझे बस सुनी सुनाई खबर है पिताजी ने असल में किसके साथ मेरा रिश्ता तय कराया है यह मुझे भी नहीं पता. അപ്പോൾ മുർക്കി തന്നെ പറയാണ്, എനിക്കിങ്ങനെ കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ, പക്ഷെ സത്യത്തിൽ അച്ഛൻ എൻ്റെ വിവാഹം ആരിനായിട്ടാണ് ഉറപ്പിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് അറിയില്ല. പരന്തു മേ, ഇത് ഞാൻ എന്നുള്ള മേ ആണ് കേട്ടോ, ഇവിടെ ഒരു ലൈനും കൂടി വരയ്ക്കേണ്ടതാണ്. परंतु मैं इतना जानती हूँ कि वह पैसे वाला है क्योंकि मेरे गांव में लड़कियों के पैसे लेते हैं. പക്ഷെ എനിക്ക് ഇത്ര അറിയാം, അയാള് പൈസ ഉള്ള വീട്ടിലാണ്, അയാളുടെ കയ്യിൽ ഒരുപാട് സ്വത്ത് ഉണ്ട് എന്നുള്ളത്. കാരണം എൻ്റെ ഗ്രാമത്തില് പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് ഇങ്ങോട്ട് പൈസ മേടിക്കുകയാണ് ചെയ്യുക. നമ്മുടെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഡൗറിയുടെ സിസ്റ്റത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് അവരുടെ ഗ്രാമത്തിലുള്ളത്. इसलिए लड़का जितना पैसे वाला है उतना अच्छा है. അതുകൊണ്ട് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് എത്ര പൈസ ഉള്ള ആളാണോ അത്രയും നല്ലതാണ്. അപ്പൊ അയാളുടെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് അയാൾ പൈസക്കാരനാണെന്നുള്ളത് മാത്രമാണ് ഇവിടെ വിലക്കെടുക്കുന്ന കാര്യം എന്നാണ് മുർക്കി പറയുന്നത്. ലഡ്കിയോ കോ ഏക് തരഹ സെ ബോലാ ജായേ തോ ബേച്ച്നെ കി പ്രഥാ ഹെ വഹാ. അപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിലാണെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ വിൽക്കുന്നത് പോലത്തെ ഒരു ട്രഡീഷനാണ് നടക്കുന്നത്. കാരണം അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നു, എന്നിട്ട് അതിന് ഇങ്ങോട്ട് പൈസ മേടിക്കുന്നു, അങ്ങനെയാണ്. മേ അസ്മഞ്ജസ് മേ ഹൂ കി ക്യാ കരൂ. അപ്പൊ ഞാനാണെങ്കിൽ അസ്മഞ്ജസ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കൺഫ്യൂസ്ഡ് ആണ്, എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. കഹാ ജാവും, എവിടെ പോകണം എന്ന് എനിക്കറിയില്ല. മേരാ കോയി ഓർ ദോസ്ത് യാ റിശ്തേദാർ ബി നഹി ഹെ ജിൻകെ ഘർ മേ മേ രഹ സക്കൂ. അപ്പം എനിക്കാണെങ്കിൽ വേറെ ഫ്രണ്ട്സ് ഇല്ല, വേറെ ബന്ധുക്കളില്ല, അവരുടെ വീട്ടിൽ പോയി നിൽക്കാന്ന് വെച്ചാല് അതും നടക്കില്ല. മേരെ മൻ മേ ഏക് ഹി ഉപായ് സൂജ് രഹാ ഹെ അൻഷു. എന്റെ മനസ്സിൽ ആകെ കൂടി ഒരു വഴി മാത്രമേ ഇപ്പൊ തെളിയുന്നുള്ളൂ. അൻഷു, ഹം ഭാഗ് ജാത്തെ ഹെ, നമുക്ക് ഓടിപ്പോവാം. ഹം ഏക് സാത്ത് കഹി ദൂർ ഭാഗ് ജാത്തെ ഹെ, നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും ഓടിപ്പോവാം. नहीं तो मेरे पिताजी जबरदस्ती मुझे ले जाकर गांव में मेरी शादी करा देंगे. പക്ഷെ നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ ജബർദസ്തി, ഫോഴ്സ്ഫുള്ളി, നിർബന്ധപൂർവം എന്നെ പിടിച്ചോണ്ട് പോയിട്ട് ഗ്രാമത്തില് അയാളുമായിട്ട് എന്നെ കല്യാണം നടത്തും. തും മുझे बताओ कि हम क्या करें. നീ പറയേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഡർ കെ മാരെ മേരി ഹാലത്ത് ഖരാബ് ഹോ ഗയി ഹെ. പേടിച്ചിട്ട് എൻ്റെ കണ്ടീഷൻ ഇവിടെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. തുമ്ഹാരെ ജവാബ് കി ഇന്റസാർ മേ മേ ബാഠി രഹൂങ്കി. ഞാൻ നിന്റെ റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ജൽദ് ഹി ഭേജ് ദേന, പെട്ടെന്ന് തന്നെ റിപ്ലൈ അയക്കണേ എന്ന് പറഞ്ഞിട്ട് തുമ്ഹാരി പ്യാരി മുർക്കി ഹസ്താക്ഷർ ഇങ്ങനെ അവസാനിപ്പിക്കുക. പക്ഷെ ഞാൻ വേറൊരു സ്ഥലത്ത് ഇപ്പൊ ഫോർമാറ്റ് ചേഞ്ച് ആയത് കണ്ടായിരുന്നു. സാധാരണയിൽ ഫോർമൽ ലെറ്റർ എഴുതുമ്പോഴാണ് തുമ്ഹാരി പ്യാരി മുർക്കി ഹസ്താക്ഷർ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് സേവാ മേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാറുള്ളത്. പക്ഷെ ഇൻഫോർമൽ ലെറ്ററിനെ നമ്മൾ സാധാരണ അങ്ങനെ എഴുതാറില്ല. ബട്ട് ഇതിൽ ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാൽ സേവാമേ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് എഴുതണം എന്നുള്ളതാണ്. അപ്പം അത് നിങ്ങളുടെ സ്കൂൾസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഫോളോ ചെയ്തോളൂ കേട്ടോ. കാരണം മുൻപൊക്കെ ഇങ്ങനെ എഴുതി അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഇൻ കേസ്
ഞാൻ അവെയർ അല്ലാത്തൊരു ഫോർമാറ്റ് ചേഞ്ച് ലെറ്ററിന് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോർമാറ്റിൽ നിങ്ങൾ എഴുതേണ്ടതാണ് ലെറ്റർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസിന് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.